വയനാട് മാനന്തവാടിയിൽ നിന്ന് മനസ്സാക്ഷ്യം നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. 3 പിഞ്ചു കുഞ്ഞുങ്ങളെ തനിച്ചാക്കി 27 വയസ്സുകാരിയായ അഫ്സില യാത്രയായിരിക്കുന്നു. ഇടവക പള്ളിക്കലിലെ കോട്ടേഴ്സിനുള്ളിൽ അഫ്സിലെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പക്ഷേ ഇതൊരു സാധാരണ ആത്മഹത്യയല്ല എന്നാണ് അഫ്സിലയുടെ കുടുംബം പറയുന്നത്. ഭർത്താവ് ജാബിറും അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കെതിരെ ഗുരുതരമായ പീഡന ആരോപണങ്ങളുമായി കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരുപാട് ദിവസമായി അഫ്സില നേരിട്ടത് ക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങളായിരുന്നു എന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിക്കഴിഞ്ഞു. 8ഉം 6ഉം വയസ്സുള്ള കുട്ടികളും വെറും 11 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞും അഫ്സിലേക്കുണ്ടായിരുന്നു. ആ പിഞ്ചോമനങ്ങളുടെ ഭാവി ഓർത്താണ് ഇത്രയും നാൾ ഈ ക്രൂരതകളെല്ലാം അഫ്സില സഹിച്ചതെന്നാണ് ബന്ധുക്കൾ കണ്ണീരോടെ പറയുന്നത്. മുമ്പും പലതവണ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പഹല് കമ്മിറ്റിയും പോലീസും ഇടപെട്ടാണ് ഒത്തുതീർപ്പാക്കിയത്. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഖബറടക്കിയെങ്കിലും അഫ്സിലയുടെ മരണത്തിന് പിന്നിൽ യഥാർത്ഥ കാരണങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നും കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. മാനന്തവാടി പോലീസ് കേസിൽ വളരെ സീരിയസ് ആയ അന്വേഷണം നടത്തി വരികയാണ്. നിയമം നീതി നടപ്പാക്കുമോ? ആ 3 കുഞ്ഞുങ്ങൾക്ക് അമ്മയെ നഷ്ടമാക്കിയവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമോ? ഈ ദാരുണമായ സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.